ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ റൂള് പ്രകാരമല്ലേ കർണാടകയിലല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യണം എന്നുള്ള റൂള് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് 2023 എന്ത് ചെയ്തിട്ടുള്ളത്, കർണാടക എക്സാമിനേഷൻ അതോറിറ്റിയും കൂടെ എന്ത് ചെയ്തത്, നഴ്സിങ്ങിനെ CET കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ കീഴിലോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വർഷം 2023 മുതൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കർണാടകയിൽ നമുക്ക് BSc നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ KCETന്റെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. ഇതുകൊണ്ടുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നഴ്സിങ്ങിന് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന അർഹരായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ അതിന് യോഗ്യരായിട്ടുള്ള കുട്ടികൾക്ക് അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നല്ലൊരു കോളേജിൽ വളരെ ഫീസ് കുറഞ്ഞു കിട്ടുന്ന രീതിയിൽ അഡ്മിഷൻ എടുത്തുകൊണ്ട് നഴ്സിംഗ് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് ഇതുകൊണ്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നിലവിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ ഡേറ്റ് വരുന്നത് വെച്ചിട്ട് January 17 മുതലാണ് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. February ലാസ്റ്റ് വീക്ക് വരെ നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാൻ വേണ്ടി കഴിയും. പിന്നെ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടുക April 1st വീക്കിലായിരിക്കും. April 23, 24 ഡേറ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത്. എക്സാം ഒരു ദിവസം 2 സെഷൻ ആയിട്ടായിരിക്കും, മോർണിംഗും ആഫ്റ്റർനൂണും. കാരണം നമുക്കിതിൽ 4 സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് 4 സബ്ജക്റ്റാണ്. അതിൽ മെയിനായിട്ട് PCB ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്. മാത്സ് ഓപ്ഷണലാണ്.